ഒരു 100 വർഷത്തോളം പഴക്കമുള്ളതും ഒരേ സമയം 10-15 പേർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരു അടുക്കളയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോഴും മോഡേൺ എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റവോ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോഴും ഇവിടുത്തെ അമ്മാമ്മയും അപ്പൂപ്പനും ഒക്കെ ഈ ഒരു കുഞ്ഞ് വിറകുകളും അതുപോലെ ചുള്ളിക്കമ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ അടുക്കളയിൽ പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അമ്മയുടെ തറവാടാണ്. അപ്പോൾ ഇത് വന്നിട്ട് അമ്പൂരിയിലാണ് കേട്ടോ. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ കുറേ കോഴികളും ഒക്കെ ഉണ്ട്. മെയിനായിട്ട് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് കൃഷികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പോരത് ഈ വീട്ടിൽ 10ഓളം മുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലമാണല്ലോ. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ലിവിങ് ഏരിയ എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ മുറ്റമാണ്. മുറ്റത്ത് ഒരുപാട് പണ്ട് ഞാൻ കണ്ടിട്ടുള്ള ടർക്കി കോഴികളും അതുപോലെ പലതരം കോഴികളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് റബ്ബർ ഷീറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അതും ഉണക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ വീടാണെങ്കിലും നന്നായിട്ട് സൂക്ഷിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഹസ്ബൻഡ് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ വഴിയൊക്കെ വരുമ്പോൾ ഞങ്ങളിവിടെ കയറാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനും അത് വീഡിയോ എടുക്കാനും ഒക്കെ. കാരണം ഞാൻ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. ആ ഒരു ഇതിലൊന്നും വളർന്നിട്ട് നമ്മൾ സിനിമയിൽ കണ്ട ഒരു പരിചയം മാത്രമാണല്ലോ. അപ്പോൾ എന്തായാലും അവരോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ ബൈ ടിൽ നെക്സ്റ്റ് ടൈം.